ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ നമ്മുടെ എൻട്രി മോഡൽസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, നമ്മുടെ ഈ ഒരു കോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, സോ കറൻ്റ്ലി നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് AMD എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. AMD എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. മാർക്കറ്റിൽ 3 ഫേസസ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇപ്പോൾ ഒരു 24 hours മാർക്കറ്റിൽ നമുക്ക് ഒരു ദിവസത്തെ ഒരു സംഭവം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 6 മാസത്തെ ഒരു ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു വർഷത്തെ ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മാസത്തെ ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ഏത് ടൈം ഫ്രെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അവിടെ 3 ഫേസസ് ആയിട്ടായിരിക്കും മാർക്കറ്റിനെ നമുക്ക് നോക്കി കാണാനായിട്ട് പറ്റുക. ഒന്ന് അക്യുമുലേഷൻ ഫേസും, പിന്നെ ഒന്ന് മാനിപ്പുലേഷൻ ഫേസും, പിന്നെ ഒന്ന് ഡിസ്ട്രിബ്യൂഷൻ ഫേസും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു സംഭവങ്ങൾ വരുന്നത് 24 hours നമുക്ക് എങ്ങനെ ഈ പറയുന്ന AMD എന്ന് പറയുന്ന ആ ഒരു സൈക്കിളിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റിൽ ആ ഒരു കോൺസെപ്റ്റിനെ നമുക്ക് ട്രേഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ നോക്കുന്നത്. അപ്പോൾ നമ്മൾ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ എല്ലാത്തിലും മോസ്റ്റ് ഓഫ് ദ സംഭവത്തിനും വരുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും മെയിനായിട്ട് നമ്മൾ ഈ ഒരു സാധനം മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ളത്. അങ്ങനെയല്ല, ഇത് മെയിനായിട്ട് വരുന്നത് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിസിലാണ് ഈ പറയുന്ന അക്യുമുലേഷനും അതേപോലെ തന്നെ മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷനും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മാനിപ്പുലേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത് ലിക്വിഡിറ്റി ഉള്ള ഏരിയാസ്, അതിന് നമ്മൾ വാലിഡ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പോയിന്റ്സും അതേപോലെ തന്നെ ഇൻവാലിഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതിൽ നമുക്ക് എങ്ങനെയാണ് എൻട്രി മോഡൽസ് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ടൈം ഫ്രെയിംസിൻ്റെ ഇമ്പോർട്ടൻസ്, സെഷൻസിൻ്റെ ഇമ്പോർട്ടൻസ്, ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്, അതേപോലെ തന്നെ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഏരിയ എന്ന് പറയുമ്പോൾ കീ ലെവൽസ് എന്തൊക്കെയാണ്, മേജർ ആയിട്ടുള്ള കീ ലെവൽസ് എന്തൊക്കെയാണ്, ഇതിലൊക്കെ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിലാണെന്നുണ്ടെങ്കിലും ലോവർ ടൈം ഫ്രെയിമിലാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ കൺഫർമേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഈ പറയുന്ന മൊഡ്യൂൾസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു 15-16 വീഡിയോസ് ആയിട്ടാണ്. മാക്സിമം അത് ചുരുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്, ഒരു 10 വീഡിയോസ് ഒക്കെ ആയിട്ട് ചുരുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. ബാക്കി നമ്മൾ ജസ്റ്റ് റെക്കോർഡഡ് വീഡിയോസ് ആയിട്ട് മാത്രം നിങ്ങൾക്ക് തന്നിട്ട് കാര്യമില്ല. അപ്പോൾ റെക്കോർഡഡ് സെഷൻ തരിക എന്നുള്ളതിനുപരി ഒരു ലൈവ് സെഷൻസ് അല്ലെങ്കിൽ ലൈവ് മെൻറ്റർഷിപ്പ് നമ്മൾ കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു വീഡിയോസിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പേഴ്സണൽ മെൻറ്റർഷിപ്പ് എന്തായാലും കിട്ടുന്നതായിരിക്കും. വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓരോന്നിലും വരുന്ന ഡൗട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് പേഴ്സണലായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു സെഷൻസിൽ കംപ്ലീറ്റ് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. പിന്നെ ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് മാർക്കറ്റിലും അതേപോലെ തന്നെ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടായിരിക്കും നെക്സ്റ്റ് ഒരു സെഷൻസ് നമ്മൾ വെക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓവറോൾ എന്താണെന്നുള്ളത് നോക്കി നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഈ ഒരു 3 സാധനമാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം CRT എൻട്രീസ് ആണ്. CRT എന്ന് പറയുന്നത് ഒരു ക്യാൻഡിൽ റേഞ്ച് തിയറി എന്ന് പറയുന്ന ഒരു സംഭവമായിരിക്കും. ഇത് കുറേ പേര് കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഇത് പല രീതിയിലും എൻട്രീസ് എടുക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ എൻട്രീസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ലിക്വിഡിറ്റി സ്വീപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം ഉള്ള എൻട്രീസ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നേ നോക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ആ സ്വീപ്പ് കിട്ടിയതിന് ശേഷം നമ്മൾ എൻട്രി കൺഫർമേഷൻ എങ്ങനെയൊക്കെയാണ് നോക്കുന്നത് എന്നുള്ളതും ഉണ്ട്. അപ്പോൾ CRT എന്ന് പറയുന്ന ആ ഒരു മോഡൽ എൻട്രീസിൽ നമുക്ക് 4 hours ഡേ ടൈം ഫ്രെയിമിലും വീക്ക്ലി ടൈം ഫ്രെയിമിലും അതേപോലെ തന്നെ 1 hour 15 minutes നമുക്ക് എൻട്രീസ് കിട്ടുന്ന ഒരു രീതിയിലാണ് നമ്മൾ CRT പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. CRT നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹയർ ടൈം ഫ്രെയിം വാലിഡേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഓവറോൾ എന്താണ് നമ്മൾ ഈ കോൺസെപ്റ്റിൽ പറയണത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഹയർ ടൈം ഫ്രെയിം വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ട മെയിനായിട്ട് എന്തൊക്കെ കീ ലെവൽസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത് ജസ്റ്റ് മാർക്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഹയർ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കാൽപ്പർ ആവാം, ഇൻട്രാഡേ ട്രേഡർ ആവാം, അതേപോലെ തന്നെ സ്വിംഗ് ട്രേഡർ ആവാം. അതിനനുസരിച്ചിട്ട് നമ്മുടെ ഹയർ ടൈം ഫ്രെയിം മാറും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മൊഡ്യൂൾ ഫസ്റ്റിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്കാൽപ്പർ ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ 15 minutes അല്ലെങ്കിൽ 1 hour ആയിരിക്കും അയാളുടെ ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും അയാളുടെ ലോവർ ടൈം ഫ്രെയിം ഇൻവാലിഡേഷൻ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇൻവാലിഡേഷൻ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ലോവർ ടൈം ഫ്രെയിം ഇൻവാലിഡേഷൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഹയർ ടൈം ഫ്രെയിമിൽ ചിലപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അവിടെ നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ട്രേഡ് എടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹയർ ടൈം ഫ്രെയിം വാലിഡേഷൻ ആൻഡ് ലോവർ ടൈം ഫ്രെയിം ഇൻവാലിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സംഭവം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നമ്മൾ മൈൻഡിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ജസ്റ്റ് ഡയറക്ഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ്, എന്താണ് കീ ലെവൽസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് എൻട്രി മോഡൽസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എൻട്രി കൺഫർമേഷൻസ് ഒക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കവിടെ വാലിഡേഷൻ വേണം, എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാനായിട്ട് പാടാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 15 മിനിറ്റ്സിൽ മാർക്കറ്റിൽ ബുള്ളിഷ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടി, ഓക്കെ ബുള്ളിഷ് ട്രെൻഡ് ആണ് എന്നുള്ളത് നമുക്ക് കിട്ടി, ഒരു കീ ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. നമ്മൾ 1 മിനിറ്റിലോട്ട് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു കൺഫർമേഷൻ അവിടെ കിട്ടിയിട്ടില്ല, അത് മാർക്കറ്റ് ബുള്ളിഷ് ആവണം എന്നില്ല. അപ്പോൾ ആ ഒരു സംഭവത്തിലൂടെ തന്നെ നമുക്ക് അവിടെ എന്ത് കിട്ടി, നമുക്കൊരു കൺഫർമേഷൻ കിട്ടി, നമുക്ക് അവിടെ ട്രേഡ് എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു കൺഫർമേഷൻ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹയർ ടൈം ഫ്രെയിം വാലിഡേഷനും ലോവർ ടൈം ഫ്രെയിം ഇൻവാലിഡേഷനും നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവത്തിലൂടെ തന്നെ കാര്യങ്ങൾ മനസ്സിലായില്ലേ, നമുക്ക് ടൈം ഫ്രെയിമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്ക് ഏകദേശം പിടികിട്ടി. ഹയർ ടൈം ഫ്രെയിമും അതേപോലെ തന്നെ ലോവർ ടൈം ഫ്രെയിമിലും കൺഫർമേഷൻസ് നോക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് ഈ പറയുന്ന CRT മോഡൽ എൻട്രീസ് ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന AMD കോൺസെപ്റ്റിലാണെന്നുണ്ടെങ്കിലും ഹയർ ടൈം ഫ്രെയിം വാലിഡേഷനും ലോവർ ടൈം ഫ്രെയിം ഇൻവാലിഡേഷനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിലൊന്നും കൺഫർമേഷൻസ് കിട്ടാണ്ട് നമ്മൾ എൻട്രീസ് പോവില്ല. ഇപ്പോൾ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഡെയിലി മാർക്കറ്റിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷേ ഇത് മാർക്കറ്റിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ കൂടെ പ്രോപ്പർ ആയിട്ടുള്ള എൻട്രി കൺഫർമേഷൻസ് നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ അത്രയും കൺഫർമേഷൻസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ റൂൾസ് മാർക്കറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന എൻട്രീസിലോട്ട് നമുക്ക് കിടക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് മാർക്കറ്റ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇങ്ങനെ വാച്ച് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ, അവിടെ നമ്മൾ എൻട്രീസ് എടുക്കില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതേപോലെ തന്നെയാണ് CRTയിൽ വരുന്നതും. CRTയിൽ നമ്മൾ എൻട്രീസ് കിട്ടുന്നതാണെന്നുണ്ടെങ്കിലും ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇൻവാലിഡേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യില്ല, ട്രേഡ് എടുക്കില്ല. അപ്പോൾ ആ ഒരു കൺഫർമേഷൻസ് കിട്ടുന്നതിലൂടെയാണ് നമ്മൾ എന്ത് പോകുന്നത്, ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലുള്ള വാലിഡേഷനും ലോവർ ടൈം ഫ്രെയിമിലുള്ള ഇൻവാലിഡേഷനും നോക്കിയിട്ട് നമ്മൾ ട്രേഡ് സെറ്റപ്പിലോട്ട് പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് ഡൗൺ അനാലിസിസിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മളിവിടെ ഫസ്റ്റത്തെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് AMD മോഡൽസ് ആണ്. ഈ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ വരുന്ന, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ CRT എന്ന് പറയുന്ന സംഭവം ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. അക്യുമുലേഷനും അതേപോലെ തന്നെ മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആണ് CRTയിൽ നടക്കുന്നത്. പക്ഷെ അതൊരു ക്യാൻഡിലാണ് CRTയിൽ നടക്കുന്നത്. ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഒരു സെഷൻ ആവാം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു എന്താ ന്യൂസ് വരുന്നതിന് മുന്നേ ഉള്ള ഒരു ടൈം ആയിരിക്കാം. അങ്ങനെ പല സമയത്തും ഈ പറയുന്ന ഈ ഒരു 3 സ്റ്റേജ് മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അത് ഏത് ടൈമിലാണെന്ന്. പക്ഷെ CRT എന്ന് പറയുന്നത് നമുക്കൊരു ക്യാൻഡലിൻ്റെ ബേസിസിലാണ് ഈ പറയുന്ന AMD സൈക്കിൾ അവിടെ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് എന്താണെന്നുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് നമ്മുടെ സംഭവം എന്ന് പറയുന്നത് മാനിപ്പുലേഷൻസ് കണ്ടുപിടിക്കുക, അവിടെ എൻട്രീസ് എടുക്കുക എന്നുള്ളതാണ്. അതിന് മുന്നേ നമുക്ക് കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട്, കുറേ നോക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിന് മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ഈ മാർക്കിംഗ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി ലെവൽസ് ആണ് മെയിനായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ലിക്വിഡിറ്റി ലെവൽസ് എവിടേക്കാണെന്നുള്ളത്. പക്ഷേ ആ ലിക്വിഡിറ്റി ലെവൽസ് നമ്മൾ കണ്ടുപിടിക്കുന്നതിലൂടെ വെറുതെ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. വെറുതെ ഒരു അക്യുമുലേഷനും ഒരു മാനിപ്പുലേഷൻ നടക്കുന്നതും ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നതും നമ്മൾ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചറിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. AOI എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് മാർക്കറ്റ് സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബുള്ളിഷ് ട്രെൻഡ് ആണെന്ന് വിചാരിക്കാം. ഇതൊരു ബുള്ളിഷ് ട്രെൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്വിംഗ് ലോ ഉണ്ട്, ഇവിടെ സ്വിംഗ് ഹൈ ഉണ്ട്. ഇതൊരു സ്ട്രക്ചർ ആണ് അല്ലേ മാർക്കറ്റിൽ. നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ എടുത്ത് നോക്കുമ്പോൾ ഇത് ഒരൊറ്റ ഒരു സ്വിംഗ് ലോ ടു സ്വിംഗ് ഹൈ ആയിരിക്കും. ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ചെറിയ ചെറിയ ട്രെൻഡ് അവിടെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ അങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന 2 ഏരിയ ഉണ്ട്. ഒന്ന് സ്വിംഗ് ഹൈ എന്ന് പറയണതും അതേപോലെ തന്നെ ഇവിടെ ഒരു സ്വിംഗ് ലോ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അത് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ 3 പോർഷൻസ് ആയിട്ട് ഈ ഒരു
മൂവ്മെന്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഒരു മൂവ്മെന്റ്, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് പ്രീമിയം ഏരിയ ആണ് മാർക്കറ്റിന്റെ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ സെല്ലേഴ്സ് മാത്രമേ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ഏരിയ ആണ്. ഒരു സ്വിംഗ് ലോ ടു ഹൈ നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡിസ്കൗണ്ട് ഏരിയ ആണ്. അതേപോലെ തന്നെ ഇതൊരു പ്രീമിയം ഏരിയ ആണ്. ഈ പ്രീമിയം ഏരിയ ഒരിക്കലും നമ്മൾ ബൈ ചെയ്യില്ല. ഇവിടെ നമ്മൾ സെല്ല് മാത്രമേ ചെയ്യുള്ളൂ. മാർക്കറ്റ് എപ്പോഴാണോ ഡിസ്കൗണ്ടിൽ വരുന്നത് ആ സമയത്ത് മാത്രമേ നമ്മൾ ബൈ ഫോക്കസ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ മാർക്കറ്റ് എപ്പോഴാണ് പ്രീമിയം ഏരിയയിലോട്ട് വരുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ സെല്ല് ചെയ്യുള്ളൂ. പിന്നെ ഈ ഒരു സെൻട്രലിലുള്ള ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ എവിടെയാണ് പ്രീമിയം ഏരിയ, എവിടെയാണ് ഡിസ്കൗണ്ട് ഏരിയ, എന്താണ് സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ, ഇതൊക്കെ നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടും പ്രോപ്പറായിട്ട് സ്വിംഗ് ഹൈ, സ്വിംഗ് ലോ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കൺഫർമേഷൻസ് നോക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് വെറുതെ നമ്മൾ ജസ്റ്റ് ഒരു ചാർട്ട് കാണുമ്പോഴത്തേനും ഒരു ഹയർ ഹൈ ഹയർ ലോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹയർ ഹൈ ആണോ ഹയർ ലോ ആണോ എന്നുള്ളത് നമുക്ക് കൺഫർമേഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. അവിടെയാണ് കാൻഡിൽ സ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലേ. കാൻഡിൽ സ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു കാൻഡിൽ സ്റ്റിക്ക് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പല ടൈപ്പ് കാൻഡിൽ സ്റ്റിക്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ ബോഡി കൂടുതലും ഡോമിനേഷൻ വരുന്ന കാൻഡിൽസ് ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ വിക്സിന് കൂടുതൽ ഡോമിനേഷൻസ് വരുന്ന കാൻഡിൽസ് ഉണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനത്തെ ടൈപ്പ് കാൻഡിൽസ് അവിടെ ബ്രേക്ക്ഔട്ട് തന്നാലാണ് ഈ പറയുന്ന ഹയർ ഹൈസും അതുപോലെ തന്നെ ഹയർ ലോസും നമ്മൾ മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഒരു സ്വിംഗ് ഹൈ ടു സ്വിംഗ് ലോ വരക്കുന്ന സമയത്തും ഈ പറയുന്ന പോലെ തന്നെ ബോഡിക്കാണോ അതേപോലെ തന്നെ വിക്കിനാണോ ഇമ്പോർട്ടൻസ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടെത്താനായിട്ട്. അല്ലാണ്ട് ജസ്റ്റ് നമ്മൾ മാർക്കറ്റ് ഇങ്ങനെ ട്രെൻഡ് കണ്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടാണോ നമ്മൾ മാർക്ക് ചെയ്യണത് എന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അത് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. എന്നിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലിക്വിഡിറ്റി പോയിന്റ്സ് ലൈക്ക് എന്താണ് കീ ലെവൽസ് വരുന്നത്, എവിടേക്കാണ് ലിക്വിഡിറ്റി പോയിന്റ്സ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എവിടുന്ന് സെല്ല് ചെയ്യണം എവിടുന്ന് ബൈ ചെയ്യണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷമാണ്. പിന്നെ നമുക്ക് വേണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലിക്വിഡിറ്റി പോയിന്റ്സ് കണ്ടുപിടിക്കുന്നതോട് കൂടിയിട്ട് തന്നെ നമുക്ക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നതും ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കീ ലെവൽ മാർക്ക് ചെയ്യാണ്, എവിടുന്നാണ് നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എവിടുന്നാണ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള സംഭവങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ നമ്മൾ കണ്ടെത്തുന്നത്. ഇപ്പോൾ നമുക്ക് ബുള്ളിഷ് FVGs ഉണ്ട്, ബെയറിഷ് FVGs ഉണ്ട്, ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അതേപോലെ തന്നെ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റുകളൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ആ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്ന് കിട്ടുന്ന കൺഫർമേഷൻസ് നോക്കിയിട്ടാണ് നമ്മൾ എൻട്രീസ് എടുക്കുന്നത്. അതും ഈ പറയുന്ന കീ ലെവൽസ് ആണ്. അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റി കോൺസെപ്റ്റിൽ അഡീഷണൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള രണ്ട് സാധനമാണ് ഈ പറയുന്ന ഓർഡർ ബ്ലോക്കും അതേപോലെ തന്നെ FVGസും. സാധാരണ നമ്മളിത് ലിക്വിഡിറ്റി കോൺസെപ്റ്റ് മാത്രം ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ പറയുന്ന ഓർഡർ ബ്ലോക്കിലും അതുപോലെ തന്നെ FVGസിലും എൻട്രീസ് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഗോൾഡിൽ മാത്രമാണ് എൻട്രീസ് എടുക്കുന്നത്, എൻട്രീസ് നോക്കുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി കോൺസെപ്റ്റ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എൻട്രീസ് കിട്ടണമെന്നില്ല. അപ്പോൾ FVGയിലാണെങ്കിലും ഓർഡർ ബ്ലോക്കിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും എൻട്രീസ് കിട്ടണമെന്നില്ല. നമ്മൾ ആ കൺഫർമേഷൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണം. എപ്പോഴാണ് അവിടെ ഒരു മിറ്റിഗേഷൻ സംഭവിക്കുന്നത് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചാലും എവിടെയാണ് മാർക്കറ്റ് റിയാക്ഷൻ തരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് കീ ലെവൽസിലാണ് നമുക്ക് റിയാക്ഷൻ തരുന്നത് ആ ഒരു കീ ലെവലിൽ ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമുക്കൊരു ട്രേഡിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മാർക്ക് ചെയ്തു, കീ ലെവൽസ് മാർക്ക് ചെയ്തു, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് മാർക്ക് ചെയ്തു, നമ്മൾ ടോപ്പ് ഡൗൺ അനാലിസിസ് കംപ്ലീറ്റ് ആയിട്ടും സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റിംഗ് ഫോർ ദ കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോവർ ടൈം ഫ്രെയിമിലുള്ള ഇൻവാലിഡേഷൻ നമ്മൾ നോക്കണം. ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു റിവേഴ്സൽ നടക്കാനാണോ ചാൻസ് അല്ലെങ്കിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ നടക്കാനാണോ ചാൻസ് എന്നുള്ളത് നമുക്ക് ടോപ്പ് ഡൗൺ അനാലിസിസിൽ മിറ്റിഗേഷൻ സംഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു എൻട്രി എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അവിടെ അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലോവർ ടൈം ഫ്രെയിമിലുള്ള ഇൻവാലിഡേഷനിൽ നമ്മൾ പോകണം. ഓക്കെ, അപ്പോൾ ആ ഇൻവാലിഡേഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും, എൻട്രി എടുക്കണോ വേണ്ടേ എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എക്സിക്യൂട്ടിംഗ് ട്രേഡ്സ്. കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു, ട്രേഡ് മാനേജ് ചെയ്യുന്നു.
ട്രേഡ് മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ലോട്ട് സൈസിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്, നമ്മളൊരു അക്കൗണ്ട് സൈസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് റിസ്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ റിയൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എത്ര ഡോളറാണ് നമ്മളവിടെ ഒരു പെർട്ടിക്കുലർ ട്രേഡിൽ നമ്മൾ റിസ്ക് വെക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മാനേജിങ് ട്രേഡ്സിൽ വരുന്നത്. നെക്സ്റ്റ് വണ്ണ് നമ്മൾ ആ ഒരു ട്രേഡ് റൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പാർഷ്യലി ബുക്കിംഗ് എങ്ങനെയാണ് സെറ്റ് ചെയ്യണത്, അതുപോലെ തന്നെ സ്ട്രാറ്റജി ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ ട്രേഡിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ആവുന്ന രീതി, ഈ പറയുന്ന ഒരു കംപ്ലീറ്റ് സാധനങ്ങളാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ടോപ്പ് ഡൗൺ അനാലിസിസിൽ ഈ പറയുന്ന കീ ലെവൽസിൽ വെച്ചിട്ട് നമ്മൾ എൻട്രീസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഇതിൽ എത്ര മോഡൽസ് കിട്ടും അല്ലെങ്കിൽ എത്ര എൻട്രീസ് ഒരു ദിവസം കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതായിരിക്കും മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും തിങ്ക് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കാം. ഇപ്പോൾ നമുക്ക് ഒരു ദിവസം എത്ര എൻട്രീസ് കിട്ടാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് എന്നുള്ളത് ചോദിക്കാനുള്ള പല ചാൻസസ് ഉണ്ട്. അത് ഡിപ്പെൻസ് ആണ്. അത് ഡിപ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു പറയുന്ന AMD ആണെന്നുണ്ടെങ്കിലും CRT ആണെന്നുണ്ടെങ്കിലും നമ്മൾ ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഏത് ടൈം ഫ്രെയിം ആണ് ഹയർ ടൈം ഫ്രെയിം ആയിട്ട് ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എൻട്രീസ് കിട്ടുന്നുണ്ടായിരിക്കാം. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ വാലിഡേഷൻ നോക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഒരു വാലിഡേഷൻ നോക്കുന്നത് ഇപ്പോൾ നമ്മളൊരു 1 hourന്റെ ടൈം ഫ്രെയിം ആണ് എൻ്റെ ഹയർ ടൈം ഫ്രെയിം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലോവർ ടൈം ഫ്രെയിം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കുക 5 minutes ആയിരിക്കും എൻട്രി കൺഫർമേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ 1 hour എന്ന് പറയുമ്പോൾ എവറി 1 hourൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് നമുക്കിവിടെ വർക്ക് ആവുന്നുണ്ടോ, ആ പറയുന്ന കീ ലെവൽസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ടോ, ഈ പറയുന്ന ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് അവിടെ ബൈ സെറ്റപ്പിനാണെങ്കിലും സെൽ സെറ്റപ്പിനാണെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ 4 hours-ലാണെന്നുണ്ടെങ്കിലും 4 hours എന്ന് പറയുമ്പോൾ 4 hour എന്ന് പറയുമ്പോൾ ഒരു ദിവസം 4 or 5 പ്രാവശ്യം, അതിൽ ചിലപ്പോൾ ഒരെണ്ണമൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക, ചിലപ്പോൾ ഒരെണ്ണം പോലും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഡിപ്പെൻസ് ആണ് നമ്മൾ ഏത് ടൈം ഫ്രെയിം ആണ് നമ്മൾ ഹയർ ടൈം ഫ്രെയിം ആയിട്ട് ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എൻട്രീസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടായിരിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഹയർ ടൈം ഫ്രെയിം ആയിട്ട് അത് ചൂസ് ചെയ്തു എന്നുണ്ടെങ്കിലും ലോവർ ടൈം ഫ്രെയിമിൽ ഇൻവാലിഡേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ട്രേഡ് എടുക്കില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് 1 hourന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു സ്ട്രക്ചർ ഫോം ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കീ ലെവൽ മിറ്റിഗേറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വെയിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം വരുന്നത്. അപ്പോൾ സ്കാൽപ്പിങ്ങിൽ നമ്മൾ 1 hour അല്ലെങ്കിൽ 15 minutes നമുക്ക് ചൂസ് ചെയ്യാം. ഹയർ ടൈം ഫ്രെയിം നമ്മൾ കൂടുതലാക്കും തോറും നമുക്ക് എൻട്രി മോഡൽസ് കിട്ടാനുള്ള പോസിബിലിറ്റീസും കുറയുന്നതായിരിക്കും. പിന്നെ എൻട്രീസ് പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും നമുക്ക് അവിടെ കണ്ടുപിടിക്കാനായിട്ട് ഈ ടൈം ഫ്രെയിംസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ 15 minutes-ന്റെ ഒരു ഹയർ ടൈം ഫ്രെയിം ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ 15 minutes എന്ന് പറയുമ്പോൾ സ്കാൽപ്പിംഗ് മോഡലാണത്. അപ്പോൾ സ്കാൽപ്പിംഗ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം 8 എൻട്രീസോ അല്ലെങ്കിൽ 9 എൻട്രീസോ 10 എൻട്രീസോ കിട്ടിയെന്ന് വരാം. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്, നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കാം ആ ഒരു എൻട്രി മോഡൽസ് നമുക്ക് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും കൺഫർമേഷൻ ആയിട്ട് പറയാൻ പറ്റില്ല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യമായിട്ട് വരരുത്, ഒരു ദിവസം എനിക്ക് ഇത്രയും എൻട്രീസ് കൺഫേം ആയിട്ട് കിട്ടുമോ, അല്ലെങ്കിൽ ഒരു ദിവസം എനിക്ക് മിനിമം 4 എൻട്രി എങ്കിലും കിട്ടുമോ എന്നുള്ള സംഭവം നമ്മൾ ഒരിക്കലും ട്രേഡിങ്ങിൽ ചോദിക്കാൻ പാടില്ല. നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ക്ഷമ എന്ന് പറയുന്ന സംഭവമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഇതൊക്കെ ഒരു കോൺസെപ്റ്റ് പഠിക്കാനും അതേപോലെ തന്നെ ട്രേഡിംഗ് അനാലിസിസ് ചെയ്യാനും ഒക്കെ വളരെയധികം സിമ്പിളാണ്. പക്ഷേ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ ഒരു ട്രേഡിൽ എടുക്കുന്ന റിസ്ക്കും നമ്മൾ വെയിറ്റ് ചെയ്യാനുള്ള ആ ഒരു പേഷ്യൻസും അതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത്. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് സെറ്റായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ മോഡൽസിലും നമ്മൾ ഓരോ മൊഡ്യൂൾസിലും നമ്മൾ പറയുന്നുണ്ട്. മാർക്കറ്റ് സെഷൻസിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ബുള്ളിഷ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ബെയറിഷ് ട്രെൻഡ് എന്ന് പറഞ്ഞു. ബുള്ളിഷ് ട്രെൻഡിൽ ഒരു ഹയർ ഹൈ ഹയർ ലോ എങ്ങനെ മാർക്ക് ചെയ്യാന്ന് വരെ അറിയാത്ത ബിഗിനേഴ്സ് വരെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ടും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞിട്ട് അതിൽ വീഡിയോസിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ വാലിഡേഷൻ ടൈം ഫ്രെയിം എന്താണെന്നുള്ളത് ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. എന്താണെന്നുള്ളത് കൺഫേം ആയിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ വീഡിയോയിൽ. പിന്നെ എൻട്രി ടൈം ഫ്രെയിമിനെ കുറിച്ചിട്ട് പറഞ്ഞു, ടോപ്പ് ഡൗൺ അനാലിസിസിനെ കുറിച്ചിട്ട് പറഞ്ഞു, അതേപോലെ തന്നെ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഹയർ ടൈം ഫ്രെയിമിൻ്റെ ബയാസ് നോക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സ്വിംഗ് ഹൈ സ്വിംഗ് ലോ, പിന്നെ ട്രെൻഡ് ഐഡന്റിഫിക്കേഷൻ എങ്ങനെയാണ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എങ്ങനെ കണ്ടുപിടിക്കാം, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്താണ്,
അതേപോലെ തന്നെ ക്യാൻഡിൽ ക്ലോസിന്റെ കൺഫർമേഷൻ എങ്ങനെയാണ്, ലിക്വിഡിറ്റി എന്താണ്. ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഒറ്റ ലിക്വിഡിറ്റി മാത്രമല്ല മാർക്കറ്റിൽ കാണാൻ പറ്റുന്നത്, ഓരോ പ്രൈസും ലിക്വിഡിറ്റി ആണ്. അപ്പോൾ ആ ഒരു ലിക്വിഡിറ്റി എങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും, അതെങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് ആയിട്ടും നമുക്കൊരു സ്വിംഗ് സ്ട്രക്ചറിലോട്ട് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കോൺസെപ്റ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ ആ ഒരു ലിക്വിഡിറ്റി ബേസ്ഡ് ആയിട്ടുള്ള എൻട്രി മോഡൽസ് എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റീസ് ആണ് വരുന്നത്, എങ്ങനെയാണ് ലിക്വിഡിറ്റി പൂൾസ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് അത് ഗ്രാബ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്വീപ്പ് നടക്കുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളിതിൽ പഠിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിക്കുന്നത് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതാണ് മെയിൻ ആയിട്ട് 3 സൈക്കിൾ, മാർക്കറ്റിന്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഈ ഒരു 3 സ്റ്റേജ് ആണ്. അപ്പോൾ അതിൽ വരുന്ന എൻട്രി മോഡൽസ് ആണ്. അതിൽ ബൈ മോഡൽസ് വരുന്നുണ്ട്, സെൽ മോഡൽസ് വരുന്നുണ്ട്, ലിക്വിഡിറ്റി ബേസ്ഡ് ആയിട്ടുള്ള എൻട്രീസ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ കാര്യം പറഞ്ഞു അല്ലേ. അതിൽ FVGs എന്താണ്, FVG എങ്ങനെയാണ് ഫോം ആവുന്നത്. ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ള FVGs ഉണ്ടായിരിക്കാം, ഇൻവാലിഡ് ആയിട്ടുള്ള FVGs ഉണ്ടാവും. നമുക്ക് കാണുന്ന ഇപ്പോൾ ഒരു 3 ക്യാൻഡിൽസ് കണ്ടു, അതിന്റെ ഇടയിൽ വരുന്ന ഒരു ഇംബാലൻസ്, അത്ര മാത്രമേ നമുക്ക് FVGനെ കുറിച്ചിട്ട് അറിയുന്നുണ്ടായിരിക്കുള്ളൂ. പക്ഷെ അത് ഏതൊക്കെയാണ് എടുക്കാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് എടുക്കാൻ പറ്റാത്തത്, ഏതൊക്കെയാണ് മിറ്റിഗേഷൻ ആവാൻ ചാൻസ് ഉള്ളത്, അൺമിറ്റിഗേറ്റഡ് ആവാനുള്ള പോസിബിലിറ്റീസ് ഉള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് കൺഫേം ചെയ്യാനായിട്ട്, നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ പറയുന്ന FVGന്റെ സെഷൻസിലോട്ട് നമുക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. ലൈക്ക് ബുള്ളിഷ് FVGs ഉണ്ടായിരിക്കാം, ബെയറിഷ് FVGs ഉണ്ടായിരിക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നതും പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ആ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർഡർ ബ്ലോക്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഓർഡർ ബ്ലോക്സ് ഏതൊക്കെയാണ്, അതിൽ വാലിഡ് ആയിട്ടുള്ളതും ഇൻവാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ക്രൈറ്റീരിയാസ് നോക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ കൺഫർമേഷൻ ആയിട്ട് എടുക്കേണ്ടത്, അത് വാലിഡ് ആണോ ഇൻവാലിഡ് ആയിട്ടാണോ എടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അങ്ങനത്തെ ക്രൈറ്റീരിയാസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ, ഈ പറയുന്ന കീ ലെവൽസിലൊക്കെ എങ്ങനെയാണ് എൻട്രീസ് വരുന്നത് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ലോവർ ടൈം ഫ്രെയിം ഇൻവാലിഡേഷനിൽ നോക്കുന്നത്, വാലിഡേഷൻ അല്ലെങ്കിൽ ഇൻവാലിഡേഷനിൽ നോക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഇത്രയാണ് നമ്മുടെ ലിക്വിഡിറ്റി കോൺസെപ്റ്റിൽ വരുന്ന നമ്മുടെ എൻട്രി മോഡൽസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ആയിട്ടും ഞാൻ എടുക്കുന്ന എൻട്രീസ് ആണ്. അത് ഇപ്പം നമ്മളൊരു ഏറ്റവും കൂടുതൽ മെൻറ്റേഴ്സിനെ കണ്ടിട്ടുണ്ടാവുക, അവരെടുക്കുന്ന എൻട്രീസ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അവരെടുക്കുന്ന കോൺസെപ്റ്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവുക. അവരെടുക്കുന്ന ഒരു സംഭവം മാറ്റി വെച്ചിട്ട് വേറെ എന്തെങ്കിലും മാർക്കറ്റിൽ വർക്ക് ആവുന്ന വേറെ എന്തെങ്കിലും സാധനങ്ങൾ കോഴ്സായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ചെയ്യുന്നവരായിരിക്കാം മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ഞാനടക്കം അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ എടുക്കുന്നത് എന്താണ്, നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് തന്നെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഒരുമിച്ചായിരിക്കും എൻട്രീസ് എടുക്കുന്നുണ്ടായിരിക്കുക, നമ്മൾ ഒരുമിച്ചായിരിക്കും മാർക്കറ്റിനെ അനാലിസിസ് ചെയ്യുന്നുണ്ടായിരിക്കുക, നമ്മൾ ഗോൾഡ് മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. എൻട്രീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കില്ല, എൻട്രീസ് കൺഫർമേഷൻ കിട്ടാണ്ട് നമ്മൾ എടുക്കില്ല. അപ്പോൾ ലൈവ് ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. നമ്മുടെ ഡിസ്കോഡിലുള്ള കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നതിലൂടെ മറ്റുള്ള എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റ്സും നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.